എസ് രാധാകൃഷ്ണൻ സാറിനോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതായത് സാറ് അവിടെ ദേവസ്വത്തിലിരുന്ന കാലത്ത് ഇതൊന്നും കണ്ടില്ലേ എന്നുള്ളതാണ്. ഈ ക്രമക്കേടുകളൊന്നും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ എന്നാണ് ചോദ്യം. ഞാൻ 2 വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ഓഫീസറായിരുന്നു. 3 വർഷം പരിശോധനാ വിഭാഗത്തിൻ്റെ മേധാവിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ അക്കാലത്ത് എഴുതിയ മുഴുവൻ ഗൗരവമുള്ള അഴിമതിയുടെ റിപ്പോർട്ടുകളും ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് വരികയോ ഒരു സംവാദത്തിന് തയ്യാറായാൽ ഇത് മുഴുവൻ ഞാൻ എടുത്ത് പുറപ്പെടുവിക്കാനും ഏത് പത്രത്തിനും കൊടുക്കാനും തയ്യാറാണ്. ഈ UB ഗ്രൂപ്പുകാർ അവിടെ സ്വർണം പൂശിയപ്പോൾ അന്നത്തെ പ്രസിഡൻറ്റ് ബ്രാൻഡ് ന്യൂ സെൻ കാറ് വാങ്ങിച്ച് വീട്ടിലിട്ടത് എനിക്കറിയാം. ഒരു മെമ്പറുടെ വീട്ടിൽ മെമ്പറുടെ മകന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുത്തത് എനിക്കറിയാം. എന്തിന്? അതിനെ തുടർന്ന് ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ. ശബരിമല സപ്ലൈ ചെയ്ത ശർക്കര 40 കിലോ ഉള്ള ശർക്കര ബാഗുകളിൽ 32 കിലോ വന്ന് പിടിച്ച് റിപ്പോർട്ട് എഴുതി. അതിൻ്റെ അകത്ത് ശർക്കര ഉണ്ടകൾക്കകത്ത് മൈദ ഉണ്ടകൾ വെച്ച് അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്ത് കൊടുത്തതിന് റിപ്പോർട്ട് എഴുതി. ചീഫ് കെമിക്കൽ ലാബിൽ അനലൈസ് ചെയ്യണമെന്ന് എഴുതി കൊടുത്തതിൻ്റെ പിറ്റേന്ന് ആ കോൺട്രാക്ടറിൽ നിന്ന് 5 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് എന്നെ ഇൻസ്പെക്ഷനിൽ നിന്ന് അന്ന് മാറ്റിയത് എനിക്കറിയാം. ഈ ഫയലുകളെല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. ഒരു മേൽശാന്തിയുടെ മുറിയിൽ നിന്ന് 35,000 രൂപയുടെ നെയ്യഭിഷേകത്തിൻ്റെ തലേ ദിവസത്തെ ടിക്കറ്റ് പിടിച്ചു വൈക്കത്തുകാരൻ മേൽശാന്തിയുടെ അവിടെ നിന്ന്. അന്നത്തെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത പ്രതികരണം എന്നറിയോ? അയാളെ ഉടനെ അവിടുന്ന് മാറ്റൂ. എൻ്റെ ഇരിപ്പുണ്ട് സാധനം, റിപ്പോർട്ടും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല. ഈ ശബരിമല ഭണ്ഡാരത്തിൽ MD ബോക്സ് വീഴുന്നതിനെ പറ്റി ഞാൻ റിപ്പോർട്ട് എഴുതി എടുത്തിട്ടുണ്ട്. അവിടെ 25 കോടിയുടെ ഭണ്ഡാരത്തിൽ തന്നെ അപകടമുണ്ടെന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെ അതുപോലെ തന്നെ അരവണ നിർമ്മിക്കുന്നത് 1999 അരവണ മെക്കനൈസ് ചെയ്തത്. അന്ന് ഒരു കൂട്ട് അരവണ 200 കിലോ ശർക്കരയും 30 കിലോ അരിയും ചേർത്ത് ഒരു കൂട്ട് അരവണയുടെ 963 കണ്ടെയ്നറിൽ നിറയ്ക്കാം. അത് 1200 വരെ അടിച്ച് ബൾക്ക് വിറ്റ് ടിക്കറ്റ് എടുത്തുള്ളതിന് 6 കോടി അപഹരിച്ചതിൻ്റെ റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കോപ്പി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് എനിക്ക് വന്ന ദുരന്തം ചില്ലറയും ചില്ലാനും ഒന്നല്ല. 1-2 സസ്പെൻഷനും എൻ്റെ ഇൻക്രിമെൻ്റ് മാറിഞ്ഞും സർവീസിൽ നിന്ന് റിമൂവലും. ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉണ്ടായോണ്ട് എൻ്റെ ശമ്പളം മേടിച്ച് ഞാൻ സർവീസിൽ തിരിച്ചു കയറിയത്. അവസാനം എന്നെ അവിടുന്ന് മാറ്റാൻ പാടില്ലെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് മേടിച്ച ഒരുത്തനാണ്. ഇതെല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ പെട്ടി ഇത് ഇന്നും സൂക്ഷിച്ചു. 2007-ലെയും 2009-ലെയും ഒക്കെ റിപ്പോർട്ടുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ കൂടെ കിടന്നവന് രാപ്പനി അറിയാമെന്ന് പറഞ്ഞോട്ട് ഇതെല്ലാം ഒരു കാര്യം മിസ് അനി നമ്പിയാർ ഇവർ ശബരിമലയെ നന്നാക്കുന്നുള്ളൂ. ആ ശബരിമല കാണിക്കുന്ന അന്യായം ഈ ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം മുതൽ ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ട ഇന്ത്യൻ ഭരണഘടനയിലെ 290A അനുസരിച്ചുള്ള ഗ്രാൻഡ് ഈ ദേവസ്വം ബോർഡിൽ ലാൻഡിലുള്ള കോമ്പൻസേഷൻ 3 വർഷമായി കൊടുത്തിട്ടുണ്ടോ? ദേവസ്വം ബോർഡിൻ്റെ വസ്തുക്കൾ ഹൈവേ 66 എടുത്തതിൻ്റെ 20 കോടി രൂപ കഴിഞ്ഞ 6 മാസം മുമ്പ് വാങ്ങിച്ചെടുത്ത റവന്യൂ അതോറിറ്റി അത് കൈവച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇത് അന്യായമല്ലേ? ഈ സാധുക്കളായ ഈ ദേവാലയത്തിൻ്റെ 1 ലക്ഷത്തോളം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടത് കൈവശം വെച്ച് അനുഭവിക്കുന്ന ആരൊക്കെ? എനിക്കറിയാം ആരൊക്കെയാണെന്ന്. എരുമേലിയിൽ കാഞ്ഞിരപ്പള്ളി സബ് കോടതിയിൽ കേസ് കൊടുത്തിട്ട് അടുത്ത ബോർഡ് പ്രസിഡന്റിനെ കൊണ്ടുവന്ന് പിൻവലിപ്പിച്ചതാരാന്ന് എനിക്കറിയാം. ഇതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കാതിരുന്നാൽ നന്നായിരിക്കും. ഇതിൻ്റെ എല്ലാം ഫയലുകൾ ഒരു സംവാദത്തിന് അദ്ദേഹം തയ്യാറുണ്ടെങ്കിൽ വരട്ടെ. അദ്ദേഹം വിളിക്കുന്നിടത്തന്നെ ഞാൻ പോകാം. ഈ മുഴുവൻ ഫയലുകളും ഞാൻ കൊടുക്കാം. കള്ള സർട്ടിഫിക്കറ്റുകാരനെ സംരക്ഷിക്കുന്ന അങ്ങനെ 100 കോടി രൂപയുടെ ആഡിറ്റ് റിപ്പോർട്ടുകൾ അവിടെ പല ഉദ്യോഗസ്ഥന്മാരെയും ചന്തികീഴിലിരിക്കുകയാണ്. ഗുരുതരമായ പണാഭരണങ്ങൾക്ക് കൃത്യവിലോപങ്ങൾക്ക് നടപടിയെടുക്കാതെ കുറ്റവിമുക്തരാക്കിയ കേസുകൾ വേറെയുണ്ട്. ഇതെല്ലാം കൂടെ പറക്കാം നമുക്ക്. അല്ല സാർ, പറക്കുമ്പോൾ പല ഓടേണ്ടി വരും പലരും. അല്ല സാർ, ഈ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അതിലാണല്ലോ നേരത്തെ ഒരു തർക്കം വന്നത്. മുരാരി ബാബു CPM അവരുടെ വൈക്കത്തെ സംഘടനയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന പണം നിങ്ങളും കണ്ടതല്ലേ? അയാൾ വൈക്കത്തെ ഇവരുടെ ഈ സംഘടനയുടെ പ്രതിനിധിയാണ്. സംഘടനയ്ക്ക് ഫ്രാക്ഷൻ ഇല്ലെന്നൊന്ന് ചോദിക്കട്ടെ, ഇവരൊന്ന് പറയട്ടെ. ഞാനിതൊന്നും പറയുന്നില്ല. ഒരു ദേവാലയ സ്ഥാപനമാണ്. അവിടുത്തെ സംഘടനയെ പുറത്തുനിന്ന് നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് ഒരിക്കൽ കോടതി പറഞ്ഞതാണ്. ചെയ്യാൻ പാടില്ല, രാഷ്ട്രീയ സ്വാധീനം പാടില്ല, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ഒഴിവാക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞനുസരിച്ചാണ് ഇവിടെ റഫറൻഡം നടത്തിയത്. ഇപ്പോഴും ആ കൺട്രോൾ വിട്ടിട്ടില്ല. ഇതെല്ലാം എനിക്കറിയാം. എനിക്ക് പാർട്ടിയൊന്നുമില്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല.
ഞാനിപ്പോൾ ഇവിടെ പല ചർച്ചയിലും വന്നിട്ടുണ്ട്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ നിഷേധിക്കാൻ വന്നിട്ടില്ല. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അഴിമതികളെ സംബന്ധിച്ചും പല 10 ഇപ്പം 26ാമത്തെ പ്രസിഡൻ്റായിരിക്കുന്നേ, ഒരു 8-10 പ്രസിഡന്റുമാരെ കൊടുങ്കൊള്ള എൻ്റെ കയ്യിലുണ്ട് രേഖകൾ, കാണിച്ചു കൊടുക്കും. പിന്നെ ചന്ദ്രനാഥൻ സാർ, അദ്ദേഹം പറഞ്ഞല്ലോ, ചന്ദ്രനാഥൻ സാർ നല്ല മെമ്പറായിരുന്നു. പക്ഷേ 4 കൊല്ലത്തേക്ക് വന്ന അങ്ങാര് 2 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ പാടില്ലെന്ന് രാജിവെച്ച് കൊടുത്താണ്. അറിയാം, എനിക്ക് ഓർമ്മയുണ്ട്. ചന്ദ്രനാഥൻ സാർ എൻ്റെ ഏറ്റവും വലിയ അടുത്ത ആളാണ്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടത്. അദ്ദേഹത്തോട് ബഹുമാനവും ആദരവും ഉണ്ട്. ഇന്ത്യയിൽ, ഭാരതത്തിൽ 13 വർഷം ഒളിജീവിതം വെച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വേറെ ഇല്ല. പി കെ ചന്ദ്രനാഥൻ. ഞാൻ പറഞ്ഞു കൊടുക്കാം. അല്ല, അതാണിപ്പോൾ അത് വെച്ചാണല്ലോ ഇവർ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നത്. പി കെ ചന്ദ്രാനന്ദന്റെ പേരിൽ റോഡ് വന്നല്ലോ. അദ്ദേഹത്തിന്റെ റോഡല്ല, അയ്യപ്പന്റെ ഇതുവരെ വരണം. അദ്ദേഹം അത്ര അർഹിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെ ഒതുക്കിയതാരാ? പി കെ ചന്ദ്രനാഥൻ സാറിന്റെ അവസ്ഥ എന്തായിരുന്നു അവസാനം? അപ്പോൾ അതൊന്നും എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ദയവായി ഒരു രാഷ്ട്രീയ സംവാദത്തിന് ഞാൻ തയ്യാറല്ല. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഴിമതി, അതിന് സംവാദത്തിന് ഞാൻ പൂർണ്ണമായും തയ്യാറാ. എത്ര കിലോ സ്വർണം അവിടെ ഭണ്ഡാരത്തിൽ നിന്ന് അപഹരിക്കുന്നത് എനിക്കറിയാം. ആരൊക്കെ അപഹരിക്കുന്നതെന്നും എനിക്കറിയാം. വ്യക്തമായി പറയാൻ ഞാൻ തയ്യാറാ. തൻ്റെ ഇടമുള്ള വരട്ടെ. വൈകുണ്ഠം നന്നാക്കാനല്ല ആരും ഏകാദശി നോക്കുന്നതെന്ന് ഉറപ്പായിട്ടും വിശ്വസിച്ചുകൊള്ളാം. ദേവസ്വം ബോർഡിൻ്റെ അവസ്ഥ അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓബ്ലിഗേറ്ററി ഡ്യൂട്ടി, ഗവൺമെൻറ്റിൻ്റെ ഓബ്ലിഗേറ്ററി ഡ്യൂട്ടിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ് ആ പൈസ കൊടുക്കരുത്. കൊടുത്തിട്ടുണ്ടോ 3 കൊല്ലം? എന്തുകൊണ്ട് കൊടുത്തില്ല? 20 കോടി രൂപ റവന്യൂ മേടിച്ചെടുത്ത് എന്തുകൊണ്ട് കൊടുത്തില്ല? ദേവസ്വം ലാൻഡിൻ്റെ വാല്യൂ എന്തുകൊണ്ട് കൊടുത്ത് അടയ്ക്കുന്നില്ല ദേവസ്വം ബോർഡിൽ? ഇതൊന്നും പറയിപ്പിക്കണ്ട. അതിനേക്കാൾ ഗുരുതരമാണ്. ഇതെല്ലാം കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സമർപ്പിക്കാനേ ഞാൻ തയ്യാറായി. പ്ലീസ് സാർ, പ്ലീസ് കൊടുക്കും ഞാൻ.